വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഔട്ടാണ്, ഡേ ഔട്ട് വിത്ത് മൈ സിസ്റ്റർ. കുറേ നാൾക്ക് ശേഷമാണ് അവൾക്ക് കുറച്ച് ദിവസം അധികം കൂടുതൽ അവധി കിട്ടുന്നത്. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയപ്പം ഒരുപാട് ദിവസം അവധി കിട്ടി. അങ്ങനെ അവൾ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് അടൂർക്ക് പോവാണ്. അവളെ കൊണ്ട് ചെറിയൊരു ഷോപ്പിങ്ങും കുറച്ച് നേരം ഒന്ന് ഫുഡൊക്കെ അടിച്ച് ഒന്ന് ചില്ല് ചെയ്ത് ഒന്ന് അടിച്ച് പൊളിക്കാം എന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഉച്ച കഴിഞ്ഞാണ് നമ്മൾ ഇറങ്ങുന്നത്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഈവ്സിലേക്കാണ്. ഈവ്സ് ആൻഡ് റൂബി എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറാണ് കേട്ടോ. അവൾക്ക് ത്രെഡ് ചെയ്യണമായിരുന്നു, പിന്നെ അവൾക്ക് മുടി വാഷ് ചെയ്യണമായിരുന്നു. ആളുടെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വാഷ് ചെയ്യേണ്ട ഡേറ്റും കൂടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ വന്നതാണ്. നല്ലൊരു സലൂണാണ് കേട്ടോ. ഇവിടുത്തെ സർവീസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മസ്റ്റ് വിസിറ്റായിട്ട് ചെയ്യേണ്ട ഒരു സലൂണാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബർഗർ കഴിക്കാനായിട്ട് ബർഗർ ലോഞ്ചിലാണ് വന്നേക്കുന്നത്. പുതിയൊരു ഷോപ്പാണ് അടൂർക്ക്. അപ്പോൾ എനിക്ക് അവളും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെനു കാർഡൊക്കെ ഇങ്ങനെ നോക്കി അവസാനം 2 ബർഗറൊക്കെ ഓർഡർ പ്ലേസ് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഫ്രഷ് വാട്ടർ, ഫ്രഷ് ലൈം, മിൻ ലൈം, അങ്ങനെ കുറേ ലൈമും കാര്യങ്ങളും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബർഗർ എത്തി. മീഡിയം സൈസാണ് പറഞ്ഞത്, കാരണം ഞങ്ങൾ 2 പേരും കഴിച്ച് തീർക്കത്തില്ല. പിന്നെ അവൾ കഴിക്കും കേട്ടോ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ മിൻ ലൈമും. ഇത് വന്നിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു മൊയ്റ്റയായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടായ സ്റ്റുഡിയോയിലേക്കാണ്. കുറേ നാൾക്കായി ഞങ്ങൾ 2 പേരും സ്റ്റുഡിയോയിൽ വന്നിട്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ പോയി 2 കാജൽ എടുത്തു. ബ്ലാക്ക് കാജൽ 2 എടുത്തു. ഇത് വന്നിട്ട് ലിപ് ഗ്ലോസ് ആണ്. ഞാൻ കുറേ നാൾക്ക് ശേഷം വന്നുകൊണ്ടാണ് കുറേ പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ലിപ് ഗ്ലോസ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരു ലിപ് ഗ്ലോസ് അല്ലായിരുന്നു, വേറെ ലിപ് ഗ്ലോസ് എടുത്തപ്പം മാറിപ്പോയി. ഇത് വന്നിട്ട് ഗ്ലോസി ടൈപ്പായിരുന്നു. ഇതെടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഇതെടുക്കാൻ പറ്റിയില്ല. നമ്മൾ എടുത്തത് വേറൊരെണ്ണമായിരുന്നു. അത് കഴിഞ്ഞ് പെർഫ്യൂം വാങ്ങാം എന്ന് വിചാരിച്ച് 299 പല ഫ്ലേവറിലെ പെർഫ്യൂമാണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. അതിലെ 2 നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം ബോഡി ഷവർ ജെൽ മോയ്സ്ചറൈസറൊക്കെയാണ്. അപ്പോൾ അതെടുക്കാനുള്ള ഒരു തത്രപ്പാടാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ചുറ്റും കിടന്ന് നോക്കുക ഏതെടുക്കണമെന്ന്. അങ്ങനെ അവസാനം ഇതെടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ അതെടുത്തിട്ടില്ല കേട്ടോ. അത് ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. ഇതാണ് കേട്ടോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഹെയർ ബാൻഡൊക്കെ വാങ്ങാൻ വേണ്ടി കേട്ടോ. അവൾ കുറേ ഇരുന്ന് തപ്പുന്നുണ്ട്, ഏതൊക്കെ കളർ എടുക്കണം എന്ന് തന്നെ അറിയത്തില്ല. അങ്ങനെ ഒരെണ്ണം എടുത്തു. പിന്നെ ഇത് വന്നിട്ട് ലിപ് ഗ്ലോസ് ആണ്. 3 എണ്ണം കൂടെ ഒന്നിച്ച് വരുന്ന ഒരു കോംബോ പാക്കാണ്. അപ്പോൾ 199 റുപ്പീസാണ് ഇതിന് വന്നിട്ട്. ഇത് വാങ്ങിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ സൈഡ് ഫുള്ള് ഫുഡ് വെയർസും ബൂട്ട്സും സാൻഡൽസ് ഷൂ ഒക്കെയാണ്. അങ്ങോട്ട് അധികം ഞാൻ പോയില്ല. പിന്നെ നേരെ വന്നത് ലിപ്സ്റ്റിക്ക് വാങ്ങാനാണ്. ലിപ്സ്റ്റിക്ക് കണ്ടാൽ എനിക്കൊരു പ്രാന്താണ്, അവൾക്കും ചെറിയ രീതിയിൽ പ്രാന്തുണ്ട്. അപ്പം നമ്മൾ 2 പേരും കൂടെ തപ്പലാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വാങ്ങാമെന്നായിരുന്നൊരു പ്ലാന്, പക്ഷെ വാങ്ങി വന്നപ്പോൾ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ആയി കേട്ടോ. അങ്ങനെ കുറേ നല്ല ഷെയ്ഡ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട നല്ല കാരമൽ ബ്രൗൺ ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് 2-3 ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ എടുത്തു. അവളും കുറച്ചെടുത്തു. അത് കഴിഞ്ഞ് നെയിൽ പോളിഷ് വന്നിട്ട് പല കളേഴ്സ് ഉണ്ടായിരുന്നു. ഇതിലെ ഒരു കളർ ഞാൻ എടുത്തിട്ടുണ്ട്, അല്ലാതെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഒരൊറ്റ എണ്ണം എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ സാൻഡൽസ്, ഫുഡ് വെയർസ് ഒക്കെ ജസ്റ്റ് കണ്ട് കേട്ട് പോയതേ ഉള്ളൂ. ഞാൻ ഒന്നും വാങ്ങിയില്ല, അവളും ഒന്നും വാങ്ങിച്ചിട്ടില്ല. നല്ല കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നല്ല കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2nd ഫ്ലോറിലോട്ടൊന്ന് പോയി. അവിടെയാണ് കുർത്താസ്, പാൻസ്, പല്ലാസോസ്, ഡ്രസ്സൊക്കെ കൂടുതലുള്ളത്. ലോങ് വെയർ ഒക്കെ ഉള്ളത് അവിടാണ്. അപ്പം അവൾ കുറച്ച് പല്ലാസോ ഒക്കെ വാങ്ങിച്ചു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോയതേ ഉള്ളൂ. ഞാൻ കൂടുതലും വാങ്ങിച്ചില്ല. എന്നാൽ തന്നെ ഞാൻ ജസ്റ്റ് 2-3 എണ്ണമൊക്കെ എടുത്ത് ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ട്രയൽ റൂമിലൊക്കെ കയറി എന്തായാലും ഇവിടം വരെ വന്നില്ലേ എന്ന് വിചാരിച്ച് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. കുറേ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും മനസ്സിന് ഇഷ്ടപ്പെട്ട ഇതെടുത്ത് അടിപൊളിയായിരിക്കും എന്നൊക്കെ തോന്നത്തില്ലേ, അങ്ങനെയുള്ളൊരു വൈബുള്ള ഒന്നും കിട്ടിയില്ല. എന്നിട്ടും കയ്യിലെടുത്ത 2-3 ഡ്രസ്സൊക്കെ ആയിട്ട് ട്രയൽ റൂമിൽ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതേ ഉള്ളൂ, ഇത് എടുത്തില്ല. പിന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഞാൻ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്തോ അടിപൊളി എന്നൊന്നും തോന്നിയില്ല, എന്നാലും അങ്ങ് എടുത്തു. പിന്നെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് താഴെ വീണ്ടും നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ജസ്റ്റ് ബില്ലൊക്കെ പേ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ചിട്ട് കാണുമായിരുന്നു. കുറേ നൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാൽ പോലും കളക്ഷൻസ് ഇച്ചിരി കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കണം, വിശക്കുന്നു എന്ന ഒറ്റ ലക്ഷ്യമായിട്ട് നമ്മൾ തോംസണിലാണ് വന്നത്. അവിടെ ചപ്പാത്തി, ചിക്കൻ കറി, ഡക്ക് റോസ്റ്റ്, നൂഡിൽസ്, അങ്ങനെ കുറേ എന്തൊക്കെയൊക്കെയോ വാങ്ങിച്ചു. ലൈം ജ്യൂസ് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു. അവൾക്ക് ലൈം ജ്യൂസ് ഒന്നും ഇഷ്ടമല്ല, അവൾ ഒള്ളി ഷേക്കിൻ്റെ ആളാണ്. മിൽക്ക് ഷേക്കൊക്കെയാണ് അവൾ കുടിക്കാറ്. അപ്പോൾ അതൊക്കെ കുടിച്ച് വയറൊക്കെ സെറ്റായി. ഭയങ്കര ഹാപ്പിയുള്ളൊരു ദിവസമായിരുന്നു. ഇടയ്ക്ക് കുറേ വീഡിയോസ് മിസ്സായിട്ടുണ്ട്, അപ്പോൾ ഒന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.